സുപ്രീം കോടതിയിലെ ഗവർണർക്കെതിരായ ഹർജി പിൻവലിച്ച് സംസ്ഥാന സർക്കാർ. ബില്ലുകൾ ഒപ്പിടാതെ അനിശ്ചിതമായി നീട്ടുന്നതിനെതിരായ ഹർജിയാണ് പിൻവലിച്ചത്. തമിഴ്നാട് സർക്കാരിന്റെ ഹർജിയിൽ നേരത്തെ സുപ്രീം കോടതി ഉത്തരവ് വന്ന പശ്ചാത്തലത്തിലാണ് നടപടി. സമാനമായ ഹർജിയായതിനാൽ മുന്നോട്ടു പോകാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് സർക്കാർ വ്യക്തമാക്കി. വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ഒപ്പം ചേരുന്നു. ശ്രീകാന്ത്, തമിഴ്നാട്ടിലെ ഉത്തരവ് വന്നു, അതൊരു പാഠമായി, അത് തിരിച്ചറിവായി സംസ്ഥാന സർക്കാർ ഗവർണർക്കെതിരായ സുപ്രീം കോടതിയിലെ ഹർജി പിൻവലിക്കുന്നു, അല്ലേ? ഇതൊരു സാങ്കേതിക നടപടിക്രമം മാത്രമാണ്. കാരണം സുപ്രീം കോടതിയിൽ നമ്മളൊരു ഹർജി സമർപ്പിച്ചാൽ അതിന് സമാനമായി മറ്റൊരു ഉത്തരവ് അവിടെ വന്ന ഒരു പശ്ചാത്തലത്തിൽ അത് പിൻവലിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം തമിഴ്നാട്ടിൽ നിന്നും ഇതേ സംഭവം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബില്ലുകൾ അനിശ്ചിതമായി ഗവർണർ നീട്ടുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു ഹർജി സുപ്രീം കോടതിയിൽ വന്നിരുന്നു. സുപ്രീം കോടതി അത് പരിഗണിക്കുകയും ഗവർണറുടെ അധികാരങ്ങൾക്ക് പരിധി നിശ്ചയിക്കുകയും ചെയ്തിരുന്നു. അതിനൊരു സമയപരിധി കൂടി നിശ്ചയിച്ചാണ് ഉത്തരവിറക്കിയത്. ആ പശ്ചാത്തലത്തിൽ അതേ ഉത്തരവ് രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങൾക്കും മുഴുവൻ ഗവർണർമാർക്കും ബാധകമാകും എന്നുള്ളതാണ് വസ്തുത. ഈ പശ്ചാത്തലത്തിലാണ് നിലവിലിപ്പോൾ സംസ്ഥാന സർക്കാർ അവരുടെ ഹർജി പിൻവലിച്ചിട്ടുള്ളത്. പക്ഷെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിന്മേൽ ഈ ഡിവിഷൻ ബെഞ്ചിന്റെ ഗവർണർമാരുടെയും അതിൽ കൂടുതൽ കടന്ന് രാഷ്ട്രപതിയുടെയും അധികാരം നിർവചിക്കാൻ സുപ്രീം കോടതി നടത്തിയ ഇടപെടലിൽ രാഷ്ട്രപതി പ്രസിഡന്റ്സ് റഫറൻസ് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു സുപ്രീം കോടതിയിൽ. അതിന്മേൽ വാദം ആരംഭിച്ചിട്ടുണ്ട്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് ഇത് വാദം കേൾക്കുന്നത്. ശരി, സുപ്രീം കോടതിയിൽ ഗവർണർക്കെതിരായ ഹർജി പിൻവലിച്ച് സംസ്ഥാന സർക്കാർ. വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് ശ്രീകാന്ത്.